ആപ്പിളും ഓറഞ്ചും ഒക്കെ പാക്ക് ചെയ്ത് ഇത്തവണ നമ്മളൊരു നൈറ്റ് ക്യാമ്പിങ്ങിന് പോവാണ്. ഇവിടെ ദുബായിൽ ഇപ്പൊ നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ നൈറ്റ് ക്യാമ്പിങ്ങിന് പോവാന്നത് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു കാര്യം കണ്ടോ, ഞാൻ പ്രഗ്നന്റ് ആയപ്പോ മുതൽ ആഗ്രഹിച്ചൊരു കാര്യമാണ് ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളില്ലേ നമ്മുടെ ഹസ്ബൻഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, അതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുകയെന്ന്. ഇനി ഫ്യൂച്ചറിൽ ഇതുപോലെ നമ്മളെ ഹെൽപ്പ് ചെയ്യോ എന്ന് നമുക്കറിയില്ലല്ലോ. അപ്പൊ ഈ ഉള്ള മൊമെന്റ്സ് ഒക്കെ നമ്മളങ്ങ് സേവ് ചെയ്ത് വെക്കണം. ഈദ് അൽ എത്തിഹാദ് ഇത് കണ്ടോ, ഈദ് അൽ എത്തിഹാദ് എന്നത് നമ്മുടെ നാഷണൽ ഡേക്ക് ഇവർ ഇത്തവണ പുതിയതായിട്ട് കൊടുത്തൊരു നെയിമാണ്. നമുക്ക് ഈ നാഷണൽ ഡേയുടെ ഹോളിഡേ 2 ദിവസവും അതുപോലെ തന്നെ സാറ്റർഡേ സൺഡേ ഇൻക്ലൂഡ് ചെയ്തിട്ട് മൊത്തത്തിൽ 4 ദിവസം ലീവ് കിട്ടി. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് ഒരു നൈറ്റ് ക്യാമ്പിങ്ങിന് പോകാന്ന് ഡിസൈഡ് ചെയ്തു. ഫസ്റ്റ് ഡേ ആട്ടോ, ഹോളിഡേയുടെ ഫസ്റ്റ് ഡേ ആണ് ഇന്ന് മുതലാണ് നമുക്ക് ലീവ്. അപ്പൊ ഇന്ന് രാത്രി തന്നെ നമ്മളിതേ ഫസ്റ്റ് ലുലുവിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ടെന്റ് നൈറ്റ് ക്യാമ്പിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അത്യാവശ്യ സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ ഒന്ന് ലുലുലൊക്കെ പോയി ഒന്ന് കറങ്ങുക. എക്സ്ട്രാ ഒരു ടെന്റ് കൂടി ആവശ്യമുണ്ടായിരുന്നു, 2 ടെന്റ് കൂടി ആവശ്യമുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ വുഡും ചാർക്കോളും ഒക്കെ എന്തായാലും എല്ലാ വർഷവും വാങ്ങിക്കേണ്ടതല്ലേ, അത് നമുക്ക് അങ്ങനെ സേവ് ചെയ്ത് വെക്കുന്ന കാര്യങ്ങളല്ലല്ലോ. അപ്പൊ അതൊക്കെ ഒന്ന് വാങ്ങിക്കുക, അത് മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷെ ലുലുവിൽ ഇതുപോലെ ഓരോന്ന് കാണുമ്പോൾ നമ്മൾ അങ്ങ് നോക്കി പോകും. പക്ഷെ നോക്കാൻ മാത്രമേ പറ്റുള്ളൂ, കാരണം ഉണ്ടല്ലോ ഈ സാധനത്തിനൊക്കെ ഭയങ്കര റേറ്റ് ആയിരുന്നു. ഏകദേശം 1000 ദിറംസ് ഒക്കെ ഉണ്ടായിരുന്നു, അതായത് നമ്മുടെ നാട്ടിലെ 20,000 റുപ്പീസിനടുത്ത്. അപ്പൊ അതുകൊണ്ട് നമ്മളിതൊക്കെ നോക്കി ഭദ്രമായിട്ട് തിരിച്ചു വെച്ചു. ചില സാധനങ്ങളൊക്കെ ഞങ്ങൾ സംഘടിപ്പിച്ച് ബില്ലിങ്ങിന് വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ കയ്യിൽ ഉള്ള ആ ടെന്റ് കണ്ടോ, ആ ടെന്റിന്റെ കഥ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. അത്യാവശ്യം കാര്യമായിട്ട് നോക്കി സെലക്ട് ചെയ്ത് വാങ്ങിച്ചതാണ് എങ്കിലും ഒരു ചെറിയ അബദ്ധം പറ്റിയിട്ടുണ്ട്, അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. നമ്മൾ കുറച്ചധികം നേരം ഈ ലുലുവിൽ സ്പെൻഡ് ചെയ്തായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളുടെ ലേക്കിനടുത്ത് എത്തുമ്പോൾ നമ്മളിപ്പം പോകുന്നത് ഫ്ലാമിംഗോ ലേക്കിലേക്കാണ്. ഫ്ലാമിംഗോ ലേക്കിൽ എത്തുമ്പോഴേക്കും തന്നെ അത്യാവശ്യം ഒരു പൊങ്കാലയ്ക്കുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ഫുള്ള് കാറുകൾ നിർത്തിയിട്ടിട്ട് കണ്ടോ, ഇതിലൊക്കെ ആളുകൾ അവിടെ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പാർക്ക് ചെയ്യാനും ക്യാമ്പിങ്ങിനും ഒക്കെ സ്പോട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് ടൈം എടുത്തു. അഗിയൊക്കെ കുറച്ച് ദൂരെയാണ് കാറ് പാർക്ക് ചെയ്തിട്ട് സാധനങ്ങൾ എടുത്ത് കൊണ്ടുവരിക ചെയ്തത്. കാരണം നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തൊന്നും നമുക്ക് പാർക്ക് ചെയ്യാനൊന്നും പറ്റിയില്ല, ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ടെന്റ് ഇല്ലേ, ഇതാണ് ആ ടെന്റ്. നമ്മൾ അത്യാവശ്യം നോക്കിയിട്ടൊക്കെയാണ് വാങ്ങിച്ചത് എങ്കിലും നമ്മൾ അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഷോപ്പിലുള്ള ആള് സമ്മതിച്ചില്ല. അവസാനം ഞങ്ങൾ കിട്ടിയ ഒരു ടെന്റ് എടുത്തെങ്കിൽ പോരുക ചെയ്തത്. പക്ഷെ ഇവിടെ എത്തുമ്പോഴറിഞ്ഞത് അതൊരു ഓപ്പൺ ടെന്റ് ആയിരുന്നു. നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കുന്ന ടെന്റ് ഇല്ലേ, ആ ഒരു ടൈപ്പ് ടെന്റ് ആയിരുന്നു അത്. ഇതാണ് കേട്ടോ എമ്മക്കുട്ടിയുടെ ഫസ്റ്റ് നൈറ്റ് ക്യാമ്പിംഗ് ആണ്. ശരിക്കും പറഞ്ഞ ആൾക്ക് 1 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. നമ്മൾ അവിടെ എത്താൻ തന്നെ കുറച്ച് ലേറ്റ് ആയെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോഴേക്കും എല്ലാവർക്കും വിശന്ന് തുടങ്ങി. അപ്പൊ ഞങ്ങള് ക്യാമ്പ് സെറ്റാക്കുന്ന കൂട്ടത്തിൽ തന്നെ സൈഡിലൂടെ ഫുഡും അതിന്റെ കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞ മസാലയൊക്കെ പുരട്ടിയ ചിക്കൻ വാങ്ങിച്ചത് കൊണ്ട് തന്നെ കുറച്ചും കൂടി ഈസി ആയിരുന്നു. അല്ലെങ്കിൽ ഈ മസാല ഒക്കെ നമ്മൾ വീണ്ടും സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ച് ഇതൊക്കെ മിക്സ് ചെയ്തൊക്കെ വെക്കണ്ടേ. ഇത് ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഈസി ആയിരുന്നു കാര്യങ്ങള്. അതിന് കൂടെ നമ്മൾ കുറച്ച് കറിയും അതുപോലെ കുബൂസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വയറ് നിറയാൻ ഇഷ്ടം പോലെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ അന്നത്തെ നൈറ്റ് ഇതുപോലെ ഫുഡും കഴിച്ച് കുറച്ച് ഗെയിംസും കുറച്ച് കാര്യങ്ങളും സംസാരവും ഒക്കെ ആയിട്ട് നമ്മൾ അങ്ങ് സ്പെൻഡ് ചെയ്തു. നൈറ്റ് കിടക്കാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ രാവിലെ ഞാൻ സൺറൈസ് കാണാനൊന്നും എഴുന്നേറ്റില്ല കേട്ടോ. ഇവരൊക്കെ എഴുന്നേറ്റു എന്ന് പറഞ്ഞു, എനിക്കറിയില്ല. ഞാൻ എന്തായാലും എഴുന്നേറ്റില്ല, നല്ല ഉറക്കമായിരുന്നു. നല്ല ക്ലൈമറ്റ് ആണ്, തണുപ്പ് അത്യാവശ്യം നല്ലോണം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല സുഖം ഉണ്ടായിരുന്നു കിടന്നുറങ്ങാൻ. സോ ഞാൻ സൺറൈസ് ഒന്നും കണ്ടില്ല. ഇപ്പൊ തന്നെ 7 മണിയായി. രാവിലെ എഴുന്നേറ്റപ്പോ നല്ല തണുപ്പ്, അതുകൊണ്ട് തന്നെ ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കാനുള്ള ഒരു പ്ലാനിലാണ്. ഇത് ഞങ്ങൾ കഴിഞ്ഞ വർഷം വാങ്ങിച്ച സ്റ്റൗ ആണ് കേട്ടോ. കഴിഞ്ഞ വർഷം നമുക്ക് പോകാൻ പറ്റിയില്ല, അതുകൊണ്ട് ഈ വർഷം ഞങ്ങൾ അത് ഉദ്ഘാടനം ചെയ്യാന്ന് വിചാരിച്ചു. സിമ്പിൾ ആണ് സാധനം, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഞങ്ങൾ വിചാരിച്ചു ഒരു മാഗി ഒക്കെ പ്രിപ്പയർ ചെയ്യാം, രാവിലെ തന്നെ ചായ ഒക്കെ വെക്കാലോ എന്ന് വിചാരിച്ച് എടുത്തോണ്ട് വന്നതാണ്. അങ്ങനെ ചായ ഒക്കെ കുടിച്ച് സെറ്റായി ഞങ്ങള് അവിടുത്തെ വ്യൂ കാണാൻ വേണ്ടി പോയി.
ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു മരുഭൂമിയുടെ നടുക്ക് അവരുണ്ടാക്കിയെടുത്ത ലേക്കാണ്. ആർട്ടിഫിഷ്യൽ ലേക്കാണെന്ന് ഒരിക്കലും നമുക്കത് കണ്ടാൽ തോന്നില്ല. പക്ഷെ അതൊരു ബ്ലാക്ക് കളർ ഷീറ്റ് ഇട്ട് അതിൽ വെള്ളം നിറച്ച് അങ്ങനെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്നതാണ്. ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ലേക്കാണ്. ഒരുപാട് മരങ്ങളും അതുപോലെ കുറെ താറാവ്, അരയന്നങ്ങള്, അവിടെ ഫ്ലെമിംഗോസ് ഉണ്ട്. നമ്മൾ ഇന്നും ഫ്ലെമിംഗോസിനെ കണ്ടില്ല. ശരിക്കും അവിടെ ഒരുപാട് ഫ്ലെമിംഗോസ് വരുന്നതാണ്. ഫ്ലെമിംഗോ ലേക്ക് എന്നാണ് ഇതിനെ പറയുന്നത്. ഇതിന്റെ അടുത്ത് തന്നെ ലവ് ലേക്കും അതുപോലെ എക്സ്പോ ലേക്ക്, അങ്ങനെ കുറെ പേരുകളിലുള്ള ഇതുപോലെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ലേക്കുകൾ അവരുണ്ടാക്കി എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ? ശരിക്കും പറഞ്ഞാൽ നേരിട്ട് കാണാൻ ഇതിനേക്കാൾ ഭംഗിയുണ്ട്. നമുക്ക് അതിന്റെ ആ ഒരു ഭംഗി ഈ ഒരു വീഡിയോയിൽ ശരിക്കും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല എന്ന് തോന്നുന്നു. അത്രയ്ക്കും ഭംഗിയാണ് ഇത് നേരിട്ട് കാണാൻ. ഇന്നലെ നമ്മൾ കണ്ടതല്ലേ എത്രമാത്രം ആളുകൾ ഉണ്ടായിരുന്നു അവിടെ. കുറെ വണ്ടികളൊക്കെ കണ്ടില്ലേ. എന്നിട്ടും അവിടെ നിലത്തൊന്നും ഒരു പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ ഒരു അനാവശ്യമായിട്ടുള്ള ഒരു സാധനവും ഇല്ലല്ലോ. അതിന് മെയിൻ കാരണം അവിടെ അങ്ങനെ എന്തെങ്കിലും പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ നമ്മൾ കഴിച്ച ഫുഡിന്റെ വേസ്റ്റോ മറ്റോ വെറുതെ നമ്മൾ റോഡിലൊക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഫൈനെ കുറിച്ച് ആലോചിച്ചിട്ട് എല്ലാവർക്കും എന്തായാലും പേടിയുണ്ടാകും. അതുകൊണ്ട് തന്നെ ആരും നമ്മൾ റോഡൊന്നും വൃത്തികേടാക്കാൻ വേണ്ടി നോക്കില്ല. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് വീണ്ടും തിരിച്ച് വന്ന് ടെന്റൊക്കെ പാക്ക് ചെയ്ത് പോകാൻ വേണ്ടി റെഡിയാവാണ്. ശരിക്കും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നിന്നില്ല. കാരണം അവിടെ വാഷ്റൂം കുറച്ച് ദൂരെയാണ്. കുറച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇന്നലെ പോയ വാഷ്റൂം ഒരു 3 കിലോമീറ്റർ ദൂരെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാഷ്റൂമിലൊക്കെ പോകാൻ തോന്നിയാലോ എന്ന് വിചാരിച്ച് നമ്മൾ പോകാൻ നിന്നില്ല. പക്ഷെ എമ്മക്കുട്ടി കുറച്ചൊരു പണി പറ്റിച്ചായിരുന്നു ആ ഒരു സമയത്ത്. അപ്പൊ അവളൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി ഇതേ സുന്ദരിയായി നമ്മളൊക്കെ പോകാൻ വേണ്ടി റെഡിയാവാണ്. എല്ലാരോടും ബൈ ബൈ പറഞ്ഞ് നമുക്ക് നല്ല വ്യൂ കണ്ടുകൊണ്ട് തിരിച്ച് വീട്ടിലോട്ട് പോകാം. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തുന്നതിന് മുന്നേ ഒരു റെസ്റ്റോറന്റ് കയറി മസാല ദോശയും ചായയും ഒക്കെ കുടിച്ച് സെറ്റ് ആയതിനു ശേഷം വീട്ടിലോട്ട് പോവാണ്. അപ്പോ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം. ടാറ്റാ.